ഹായ്, എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് പ്രണയത്തിൽ സാധാരണ മിക്കവരും ചെയ്യുന്ന കുറച്ച് തെറ്റുകൾ. അതായത് വളരെ ചെറുതാണെന്ന് നമ്മൾ വിചാരിക്കുന്ന പക്ഷേ വലിയ പ്രശ്നങ്ങൾ വരെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള മിസ്റ്റേക്കുകളാണ്. പലപ്പോഴും അത് നമ്മൾ മനസ്സിലാക്കാതെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് നമുക്കറിയില്ല ഇതൊരു തെറ്റാണെന്നുള്ളത്. ചില ആളുകൾ എന്ന് പറയുമ്പോൾ ഇതത്ര വലിയ കാര്യം നല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന തെറ്റുകൾ കൂടിയാണ്. അപ്പോൾ ചെറുതെന്ന് തോന്നുന്ന എന്നാൽ വലിയ രീതിയിലുള്ള മിസ്റ്റേക്കുകൾ പ്രണയത്തിലുള്ളത് എന്തൊക്കെയാണ്, പ്രണയത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓവറായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് വലിയ പ്രശ്നമൊന്നുമല്ല, പക്ഷേ ഇതൊന്നും നമ്മൾ പറയാതിരിക്കില്ലേ. അതായത് പറയാതിരുന്നു കൊണ്ട് പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അവർ ചെയ്തു തരും എന്നുള്ള രീതിയിൽ. നമ്മൾ പറയാതെ തന്നെ നമ്മുടെ മനസ്സ് അവർ വായിച്ചെടുക്കും, എടുക്കണം, ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷെ അതൊന്നും നടക്കാറില്ല. അത് നടക്കും. അത് വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതായത് വളരെ ചെറിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരാം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മുന്നേ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർ ഓർത്ത് വെച്ച് ചെയ്തു തരാം. അപ്പൊ നമ്മുടെ മനസ്സിലുള്ളതാണ്, പക്ഷെ അവർ ചെയ്തു തരുകയും ചെയ്തു. അപ്പൊ നമ്മൾ വിചാരിക്കും ഓക്കെ, നമ്മൾ ആവശ്യപ്പെടാണ്ട് തന്നെ അവർ ചെയ്തു തന്നല്ലോ എന്ന് വിചാരിക്കും. ചിലപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള പല കാര്യമൊക്കെ ആയിരിക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവർക്ക് ചെയ്തു തരാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ അല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാക്കാനും ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ പറയാണ്ട് കുറേ കാര്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഇവിടെ എന്താ തെറ്റെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. വേറെ ഒന്നല്ല, നമ്മൾ കുറേ കാര്യങ്ങൾ പറയാതെ അവർ മനസ്സിലാക്കുന്ന വിചാരിച്ചിട്ട് മനസ്സിൽ അങ്ങനെ ഒതുക്കി വെക്കും. അവരത് മനസ്സിലാക്കണമെന്നില്ല, ആ കാര്യം ചെയ്തു തരണമെന്നില്ല. ബിക്കോസ് അവർക്കത് അറിയില്ല. അപ്പൊ ഇവരിങ്ങനെ ചെയ്തു തരാതിരിക്കുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും, അയ്യോ അതായത് എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും ആള് മനസ്സിലാക്കുന്നില്ല എന്ന് നമുക്ക് തോന്നും. അപ്പൊ നമ്മൾ വിചാരിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും എന്നോട് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കും, അല്ലെങ്കിൽ എനിക്ക് വേണ്ടത് ചെയ്തു തരും, എന്നെ ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ സ്നേഹിക്കുന്നില്ല എന്നല്ലേ അർത്ഥം എന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് അവരോടുള്ള ഒരു ഇഷ്ടവും അടുപ്പവും ഒക്കെ പതിയെ പതിയെ കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെയാണ് ശരിക്കും അവിടെ ഉണ്ടാവുക. അപ്പൊ മനസ്സിലായോ എങ്ങനെയാണത് വഴക്കിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലേക്ക് പോവാന്നുള്ളത്? അങ്ങനെ ഇഷ്ടം കുറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ തമ്മിൽ പരസ്പരം കുറേ തർക്കങ്ങൾ വരും. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ അവരോട് ദേഷ്യം കാണിച്ച് നടക്കും. ചെയ്ത് തന്നില്ല, പറഞ്ഞു തന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദേഷ്യം കാണിക്കും, മനസ്സിലാക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊരു പ്രശ്നത്തിലേക്കുള്ള വഴിയായിട്ട് മാറും എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പറയാതെ ഒന്നും എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ കമ്പയർ ചെയ്യുന്നത് മറ്റുള്ള റിലേഷൻഷിപ്പുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കമ്പയർ ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ല. നമ്മൾ എന്താ വിചാരിക്കുക കഴിഞ്ഞാൽ, എൻ്റെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെയാണ്, പക്ഷെ അവർ കുറച്ചുകൂടി നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. അപ്പൊ ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് കുറച്ച് മനസ്സിലാവും, അപ്പൊ മാറാൻ ശ്രമിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുക. അങ്ങനെ ഒരു ചിന്തയോട് കൂടിയിട്ട് നമ്മൾ മറ്റുള്ള റിലേഷൻഷിപ്പുമായിട്ട് കമ്പയർ ചെയ്യും. ഇവരോട് പറയും, അവരുടെ ബോയ് ഫ്രണ്ടിനെ കണ്ടോ, അതല്ലെങ്കിൽ അവളെ കണ്ടോ, അവരങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് അങ്ങനെയാണ്, നമ്മുടെ അങ്ങനെയാണോ എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ കമ്പയർ ചെയ്യും. ഇത് വളരെ സ്ലോലി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇല്ലാതാക്കും. നിങ്ങളിങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് അവരിൽ കുറേ എന്തൊക്കെയോ കുറവുകളുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് തന്നെ സ്വയം ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യും, എനിക്ക് എന്തൊക്കെയോ കുറവുകളുണ്ട്, അതാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെ തോന്നിപ്പിക്കുന്നത് നിങ്ങളാണ്. നമ്മൾ ശരിക്കും ഒരാളെ സ്നേഹിക്കുമ്പോൾ, ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ അവർക്ക് കൂടുതൽ കോൺഫിഡൻസ് ആണ് കൊടുക്കുക. ഇവിടെ നിങ്ങളത് ഇല്ലാണ്ടാക്കുക ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവർ ഓക്കെ അല്ല എന്നൊരു തോന്നൽ അവർക്ക് സ്വയം തോന്നും. അങ്ങനെയൊക്കെ വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പ് സ്ലോലി ഇല്ലാതെ ആകുകയാണ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് നിർത്തുക. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അവോയ്ഡ് ചെയ്യുന്ന ഒരു സ്വഭാവം. ഒരു പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാവില്ല, സംസാരിക്കില്ല. അത് മിണ്ടാതിരിക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ മിണ്ടാതിരിക്കുന്ന ആളുകളുണ്ട്. വിളിക്കില്ല, മെസ്സേജ് അയക്കില്ല, അങ്ങനെയൊക്കെ ഇരിക്കുന്നവരുണ്ട്. അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലേ സംസാരിച്ച് തീർക്കണം. ഇവിടെ പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്നറിയോ, അങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര നല്ല കപ്പിൾസാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഭയങ്കര വലിയ കപ്പിൾസ് ഒക്കെയാണ്, അല്ലെങ്കിൽ നല്ല പ്രണയിക്കുന്ന ആളുകളൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് പ്രശ്നം വന്നു കഴിഞ്ഞാൽ തന്നെ ആ പ്രശ്നം അപ്പം തന്നെ വിട്ടുകളി കേട്ടോ. അതായത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തർക്കം ഉണ്ടായാലും നെക്സ്റ്റ് സെക്കൻഡിൽ ആ ഒരു സംഭവത്തെ കുറിച്ച് സംസാരിക്കുകയില്ല. പിന്നീട് അവർ പുതിയ ആളുകളായിട്ട് മാറി. ഇവിടെ പോസിറ്റീവ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു കാര്യത്തെക്കുറിച്ച് പിന്നെ തർക്കിക്കുന്നില്ല എന്നുള്ളത് ഒരു പോസിറ്റീവാണ്. വഴക്ക് അവിടെ തീർന്ന് നിങ്ങൾ നല്ല രീതിയിൽ പിന്നെ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ പെട്ടെന്ന്
ഓക്കെ ആയി എന്നുള്ളതൊരു പോസിറ്റീവാണ്. പക്ഷെ അവിടെ നെഗറ്റീവ് എന്താണെന്നറിയോ, നിങ്ങൾ ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അതായത് പെട്ടെന്ന് നിങ്ങൾ ഓക്കെ ആയതുപോലെ ആവുന്നു. അപ്പം നിങ്ങൾ പരസ്പരം ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാതെ വരുമ്പോൾ വീണ്ടും ആ പ്രശ്നം ആവർത്തിക്കും. അപ്പോഴും നിങ്ങൾ സംസാരിക്കാതിരിക്കുമായിരിക്കാം. അതായത് ആ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കില്ല, പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ വീണ്ടും ആവർത്തിക്കും. പിന്നീട് നിങ്ങൾ തമ്മിലൊരു വഴക്ക് വരും. അപ്പോൾ ഈ ഒരു അതേപോലെ തന്നെ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, ചെറിയൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പോലും മിണ്ടാതിരിക്കും. തെറ്റിയിരിക്കുക എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ മിണ്ടാതെ എങ്ങനെയിരിക്കും, കുറച്ച് ദിവസങ്ങൾക്ക് അങ്ങനെ മിണ്ടാതിരിക്കും, പിന്നെ മിണ്ടും. അപ്പൊ ഇവിടെയൊക്കെ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നം ഒരിക്കലും അവിടെ അവസാനിക്കുന്നില്ല. അതായത് ആ ഒരു പ്രശ്നം പറഞ്ഞ് ഒത്തുതീർപ്പാക്കുന്നുമില്ല, എന്നാൽ കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ ആവുകയാണ് ചെയ്യുന്നത്. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അത് മാറുന്നു എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. മിണ്ടാതിരുന്നിട്ടോ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നതും അല്ല ശരിക്കും യഥാർത്ഥത്തിൽ വേണ്ടത്. നിങ്ങൾ ആ ഒരു പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കുകയാണ് വേണ്ടത്. അതായത് ഇപ്പൊ നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ സംസാരിക്കണം ഞാൻ പറയില്ല. ബിക്കോസ് പരസ്പരം എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ സമയത്ത് നമുക്ക് വാശി കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. പ്രശ്നത്തെക്കുറിച്ച് കൂടുതൽ നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയല്ല ചെയ്യേണ്ടത്. ആ ഒരു സമയത്ത് നിങ്ങൾ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കണം എന്നില്ല. പക്ഷെ ആ പ്രശ്നത്തിന്റെ ആ ചെറിയൊരു ദേഷ്യം കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു വരുമ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സംസാരിക്കാം. എന്താണ് പ്രശ്നം ഉണ്ടായത്, എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്, ഇനി അത് ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം, ഇങ്ങനെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ പറ്റൂ. അതല്ലാതെ മിണ്ടാതിരുന്നത് കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. അങ്ങനെ നിങ്ങൾ മിണ്ടാതിരിക്കരുത്. പലരും ചെയ്യാറുണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ മുഖം വീർപ്പിച്ച് അങ്ങനെ ഇരിക്കുക എന്നുള്ളത്, സൈലന്റ് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യണത് ഒരിക്കലും നല്ലതല്ല. നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കാണുമ്പോഴത്തേക്കും ദേഷ്യം വരും. ഇത് 24 മണിക്കൂർ ഇങ്ങനെ ദേഷ്യം വന്ന് മുഖം വീർപ്പിച്ചിരിക്കലാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ അവർക്ക് ഇഷ്ടം കുറയും. അതല്ല വേണ്ടത്. സോ സൈലന്റ് ട്രീറ്റ്മെന്റോ അതല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അവോയ്ഡ് ചെയ്യുന്നതൊന്നും അല്ല നല്ലത്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക. ഇനി 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് ടൈം കൊടുക്കാതിരിക്കുന്ന ആ ഒരു കാര്യമാണ്. അതായത് പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഫാമിലിക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സിനും ജോബിന് ഇതൊക്കെ ഒരു ടൈം അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ പാർട്ട്ണർക്ക് അതല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണ് നമ്മൾ വലിയ രീതിയിൽ ടൈം കൊടുക്കില്ല. കുറച്ച് കഴിയട്ടെ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടായാലും വിളിക്കാലോ, മെസ്സേജ് അയക്കാലോ, ഇങ്ങനെ നമ്മൾ ചിന്തിക്കും. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ജോബ് നമ്മൾ എന്തായാലും ചെയ്യും. നമ്മളുടെ കൂടെ ജോബ് എപ്പോഴും ഉണ്ട്. അതേപോലെ തന്നെ ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും ഒക്കെ നമ്മളുടെ കൂടെ ഉണ്ട്. പക്ഷേ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു പേഴ്സൺ ആണ് നമ്മൾ സ്നേഹിക്കുന്ന ആ ഒരാളെന്ന് പറയുന്നത്. നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലൈഫ് ലോങ് നമ്മുടെ കൂടെ വേണ്ട ആളുകളാണ്. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നവരുണ്ട്. അതല്ലെങ്കിൽ എപ്പോഴും നമ്മൾ എന്തൊരു കാര്യം വന്നു കഴിഞ്ഞാലും വിളിക്കാനും പറയാനും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ 24 മണിക്കൂറും അവരുടെ കൂടെ ഇരിക്കണം എന്നില്ല. ബിക്കോസ് നിങ്ങൾ അവരുടെ കൂടെ അല്ല ജീവിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളും ഒക്കെ നിങ്ങൾക്ക് വേണ്ട ആളുകളാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടാവേണ്ടവരാണ്, ഉണ്ടാകുന്നവരാണ്. പക്ഷെ അവരുടെ കൂടെയും അല്ല നിങ്ങൾ ലൈഫ് ലോങ് ജീവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെയാണ് നിങ്ങൾ ലൈഫ് ലോങ് ജീവിക്കുന്നത്. സോ നിങ്ങൾ ആലോചിക്കുക, ഇതിൽ ആരുടെ കൂടെയാണ് നിങ്ങൾ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങൾ ഫ്രണ്ട്സിനെ കുറേ സ്നേഹിച്ചിട്ട് നിങ്ങളുടെ പാർട്ട്ണറേക്കാൾ കൂടുതലായിട്ട് സ്നേഹിച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് അവരല്ല നിങ്ങളുടെ കൂടെ ജീവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നാൽ വെളിപ്പുറത്ത് അവരുണ്ട്. ഫാമിലിയും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ കൂടെ ജീവിക്കുന്നത്, നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുക, ഏതൊരു പ്രശ്നം വരുമ്പോഴും കൂടെ ഉണ്ടാവുക. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താങ്ങായിട്ട് നിൽക്കാനുണ്ടാവുക നിങ്ങളുടെ പാർട്ട്ണറാണ്. അപ്പോൾ ആ പാർട്ട്ണറെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അവരുടെ കൂടെയാണ് നിങ്ങൾ ഇരിക്കേണ്ടത്. നിങ്ങളാണ് പരസ്പരം സ്നേഹിക്കേണ്ടത്. അതായത് അവരാൽ നിങ്ങൾ സ്നേഹിക്കപ്പെടുകയാണ് വേണ്ടത്. അങ്ങനെ സ്നേഹിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ സ്നേഹിക്കണം. അങ്ങനെ നിങ്ങൾ പരസ്പരം സ്നേഹിച്ചാലാണ് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് താങ്ങായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനും നിൽക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ടൈം കൂടുതൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. തിരക്കുകളൊക്കെ ഉണ്ടാവും, എല്ലാ തിരക്കുകളും ഉണ്ടായിരിക്കാം. എങ്കിൽ പോലും നിങ്ങൾ കുറച്ചധികം സമയം നിങ്ങളുടെ പാർട്ട്ണർക്ക് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരുപാട് സമയം കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഡെയിലി കുറച്ച് സമയം കൊടുത്താൽ മതി. ആ കുറച്ച് സമയത്തിൽ ആളെ സന്തോഷിപ്പിക്കുക, ആൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ സംസാരിക്കുക, പറയാനുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകും. അപ്പോൾ അവിടെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതോ അല്ലെങ്കിൽ സമയം കൊടുക്കുന്നില്ല എന്നുള്ളതോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. സോ മനസ്സിലാക്കുക, എല്ലാം നമ്മളുടെ കൂടെ വേണം. ഫാമിലി, ഫ്രണ്ട്സ്, ജോബ് എല്ലാം വേണം. കൂട്ടത്തിൽ നമ്മുടെ പാർട്ട്ണറും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഒന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. നമ്മൾ വിചാരിക്കും ഇത് വലിയ കാര്യമൊന്നുമല്ല, തെറ്റൊന്നുമല്ല എന്നുള്ളത്. പക്ഷെ പതിയെ വിഷമായിട്ട് മാറാൻ സാധ്യതയുള്ള, നിങ്ങളുടെ ബന്ധം ഇല്ലാതാക്കാൻ സാധ്യതയുള്ള ഒരു കുഞ്ഞു മിസ്റ്റേക്ക് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന പക്ഷെ വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് ഈ ഒരു ടൈം കൊടുക്കുന്നില്ല എന്നുള്ളത്. അതൊരിക്കലും നിങ്ങൾ റിലേഷൻഷിപ്പിൽ ചെയ്യാതിരിക്കും. ഇനി 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്മോൾ എഫേർട്സ് ഒക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതായത് കുഞ്ഞു എഫേർട്ടുകളൊക്കെ നമ്മൾ റിലേഷൻഷിപ്പിൽ കാണാറുണ്ട്. ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബർത്ത്ഡേക്ക് ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്യുക.
അല്ലെങ്കിൽ ഒന്ന് സെലിബ്രേഷൻ കുഞ്ഞു രീതിയിൽ ഒരു കേക്ക് വാങ്ങി കട്ട് ചെയ്യുക, ഒരു കുഞ്ഞു ഗിഫ്റ്റ് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക, അതൊക്കെ നമ്മൾ ചെയ്യാതിരിക്കുന്ന ആ ഒരു കാര്യം. ഇനിയിപ്പോൾ അങ്ങനെയല്ല ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ വിചാരിക്കേണ്ടത്, അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യം പറയാം. പരസ്പരം തെറ്റിയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് എഫേർട്ട് എടുക്കുക, സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മുൻകൈ എടുക്കുക, സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മൾ വിചാരിക്കും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെയാണെന്നുള്ളത്. ശരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിലുള്ളൊരു കാര്യം എന്താണെന്നറിയോ, ഈ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളും സർപ്രൈസുകളും കൊടുക്കില്ലേ, അപ്പോൾ കുഞ്ഞു തന്നെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും പരസ്പരം സ്നേഹം കൂട്ടാൻ സാധ്യതയുള്ള അത്രയും നല്ലൊരു കാര്യമാണ് ഇങ്ങനെ ഗിഫ്റ്റുകൾ കൊടുക്കുക. അങ്ങനെ ഒരു സർപ്രൈസ് ഒക്കെ കൊടുക്കുന്നത് അത്രയും ഇഷ്ടം കൂട്ടുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾ തെറ്റിക്കഴിഞ്ഞാൽ സംസാരിക്കാൻ ശ്രമിക്കുന്നതും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ്. കുറേ നാൾ മിണ്ടാതിരിക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സംസാരിക്കാൻ ശ്രമിക്കുക, ആ ഒരു പ്രശ്നം നിങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ ബന്ധത്തിന് അത്രയും നല്ലതാണ്. അതൊക്കെ സ്ട്രോങ് കൂട്ടാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു എഫേർട്ടിനൊക്കെ വലിയ പ്രാധാന്യമുണ്ടോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. കുഞ്ഞു രീതിയിലുള്ള നമ്മുടെ എഫേർട്ട് വലിയ രീതിയിലുള്ള സന്തോഷങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് ചെയ്യുക. കുഞ്ഞതാണെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ വലിയ രീതിയിലുള്ള മാജിക്കുകളൊക്കെ ആയിട്ട് മാറാം. നമുക്ക് അത്രയും സന്തോഷം കിട്ടുന്ന, ജീവിതകാലം അത്രയും ഓർക്കാൻ പാകത്തിനുള്ള മെമ്മറിയൊക്കെ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയോ, കുഞ്ഞു കുഞ്ഞു രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള എഫേർട്ടുകളൊക്കെ എടുക്കാൻ ശ്രമിക്കുക ആ ബന്ധത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇതൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയരുത്. എഫേർട്ട് പറ്റുന്ന രീതിയിലാണെങ്കിൽ അത് അവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ, അവരുടെ സന്തോഷത്തിന് പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യാതിരിക്കുന്നത് ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശരിക്കും മിസ്റ്റേക്കുകൾ ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ കൂടുതലുണ്ട് കേട്ടോ, ഓവർ പോസസീവായിട്ട് മാറുന്നതാണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ ഇപ്പം നമ്മൾ റിയൽ ലൈഫിലുള്ള ആ ഒരു സ്നേഹത്തേക്കാൾ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിൽ സ്നേഹം കാണിക്കാനായിട്ട് ശ്രമിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ഇഷ്ടം ഇല്ലാതാക്കുക ചെയ്യുക. അപ്പം അങ്ങനെ കുറേ പോയിന്റ്സ് വേറെയും വരുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയിൽ 4-5 പോയിന്റ്സേ പറയുന്നുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ വേണമെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് അറിയാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവിടേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.